ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ല ഒരു നാടൻ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു പാനിലേക്ക് 1 കപ്പ് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ എപ്പോഴും ഉണക്കച്ചെമ്മീൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി എടുക്കണം. അതിൽ മണ്ണും ചപ്പുമൊക്കെ കാണും. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തീനി ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ തോടും അതിൻ്റെ കൊമ്പും ആ മുള്ളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങ് ഒടിഞ്ഞു പോകുന്നതാണ്. 1-2 തവണ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറത്തിലോ അല്ലെങ്കിൽ നല്ലൊരു പ്ലേറ്റിലോ വെച്ച് ഒന്ന് പാറ്റി എടുത്തു കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം അങ്ങ് പോകും. ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ചെമ്മീൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും. കുറച്ച് ഈ ഒരു പരുവത്തിൽ മാത്രമേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാവൂ. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 പീസ് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പിരിയമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നമുക്ക് മുളകിൽ മാറ്റം വരുത്താവുന്നതാണ്. മുളക് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുമ്പോഴത്തേക്കും ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് വഴറ്റി ചെറിയുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീയെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. തേങ്ങ ചെറിയുള്ളി എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന ഒന്ന് ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയിലെ തേങ്ങയുടെ ആ വെള്ളമയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്മീൻ ചമ്മന്തി കുറേ നേരം കൂടാതെ ഇരിക്കും. അതിന് വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 കറിവേപ്പിലയുടെ ഇല ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവയെല്ലാം ഒന്ന് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം തന്നെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ലൂബിക്കയുടെ വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ അവസരത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആയാൽ മതി. കാരണം ചെമ്മീൻ ഓൾറെഡി നമ്മളൊന്ന് ഫ്രൈ ചെയ്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. തീ ഓഫ് ചെയ്തിട്ട് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവയെല്ലാം കൂടെ ഇനി നല്ലതുപോലെ ഒരു അരകല്ലിലോ മിക്സിയുടെ ജാറിലോ ഇട്ട് അരച്ചെടുക്കുക. ചെമ്മീൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.